പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കും ഈ ശുശ്രൂഷ ഇപ്പോഴ് ലൈവായി കൂടുന്ന വിവിധ ദേശങ്ങളിലിരിക്കുന്നവർക്കും കർത്താവിൻ്റെ കരസ്പർശം ലഭിക്കാൻ വേണ്ടി നമുക്ക് ശക്തമായി ദൈവസ്നേഹത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇങ്ങനെ പെട്ടെന്ന് സങ്കടകരമായ ഒരു ചുടുകാറ്റ് തലക്കടിക്കണ പോലെ വരും. എപ്പോഴിങ്ങനെ ഇടക്ക് ഓരോ ദിവസങ്ങളിൽ ഓരോരോ പ്രയാസങ്ങളിൽ അങ്ങനെ അനുഭവിച്ച് താങ്ങാൻ പറ്റാതെ ഇങ്ങനെ അടിവയറ്റിൽ നിന്ന് സങ്കടകരമായ രീതിയിൽ മനസ്സിന് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ചുടുകാറ്റ് മോളിൽ നിന്ന് വന്ന് തലക്കടിച്ചിട്ട് ബോധം പോലും വല്ലാണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ സ്തുതിയുടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേട്ടു. ഈ സാക്ഷ്യങ്ങളിൽ വളരെ ടച്ചിങ് ആയിട്ടുള്ള ചില സാക്ഷ്യങ്ങളാണ്. എല്ലാ സാക്ഷ്യങ്ങളും നല്ല നിലവാരമുള്ളതാണ്. ടച്ചിങ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് നമ്മൾ ഉള്ളിൽ തീരുമാനിക്കത്തില്ലേ, അപ്പോഴത്തന്നെ അടയാളങ്ങൾ കിട്ടാൻ തുടങ്ങും. എന്താ കാര്യം? നമ്മുടെ തീരുമാനവും ദൈവത്തിൻ്റെ സമയവും തമ്മിലുള്ള ഒരു വിഷയമാണത്. ഇപ്പോൾ ഒരു പ്രാവശ്യമല്ല, ഇപ്പോൾ പല പ്രാവശ്യമായി ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ രോഗം കുറയാൻ തുടങ്ങുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നാളെ എടുക്കുമെന്നായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്, ഇല്ലേ? പക്ഷെ നമ്മൾ തീരുമാനിക്കുന്നത് ആരിലാണ്? ദൈവത്തിലാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നാളെ ഇല്ലല്ലോ, ദൈവത്തിന് ഇന്നല്ലേ ഉള്ളൂ. ദൈവം നിത്യവർത്തമാനത്തിലല്ലേ. അതുകൊണ്ട് ദൈവത്തിനത് ഫീലാകണതും ആക്ടിവേറ്റ് ആകണതും ഒക്കെയല്ല എവർ പ്രസൻറ്റിലാണ്. അതുകൊണ്ട് നമ്മൾ നാളെയും തീരുമാനിച്ചാലും ദൈവത്തിനത് തിരിയണത് ഇന്നായിട്ടാണ് തീരുമാനം. അപ്പം നീ സത്യസന്ധമായിട്ടാണ് ഉടമ്പടി നിൽക്കാൻ പോകണമെന്നുള്ളതും ദൈവത്തിന് അറിയാം. ഇപ്പം നിൻ്റെ ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഞാനത് അറിയണമെന്ന് കർത്താവിൻ്റെ വചനമില്ലേ? ഇല്ലേ? സ്തുതിയുടെ ഹല്ലേലൂയ. 139 സങ്കീർത്തനം. സങ്കീർത്തനമാണ് 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവേ, അവിടുന്ന് തന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. ഉടമ്പടി എടുക്കാമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പരിശോധിക്കുന്ന ദൈവം, കർത്താവേ, അവിടുന്ന് തന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലേ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോഴും ഉടമ്പടി ചെയ്തിരിക്കുന്നവരും അല്ലാത്തവരും എപ്പോഴും ഈ ദൈവത്തിൻ്റെ ഈ സാന്നിധ്യത്തെക്കുറിച്ച് വല്ലാത്ത ഒരു അവബോധം സൂക്ഷിക്കണം. നല്ലതാണ്. കാര്യം നമ്മൾ ദൈവത്തിലാണ് ജീവിക്കുന്നത്.
അപ്പം ദൈവം ഇല്ലാത്ത ഒരു സമയമില്ല, ഇല്ലേ? നമ്മൾ ഊണ് കഴിക്കാത്ത ഒരു സമയമുണ്ട്, പക്ഷെ ശ്വസിക്കാത്ത ഒരു സമയം ഇല്ല. അപ്പം നമ്മൾ ചത്തുപോകും നമ്മൾ, അല്ലേ? അതുപോലെ ദൈവം ഇല്ലാത്ത ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ടാണ് പത്രോസ് വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്. പത്രോസ് വെളിപാടിൻ്റെയൊക്കെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ അവിടുന്ന് എനിക്കൊരു മുള്ള് നൽകിയിരിക്കണമെന്ന് പറയണത് പൗലോസാണെങ്കിലും നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണത് പത്രോസിൻ്റെ വെളിപാടുകൾ സാധാരണ വെളിപാടിനേക്കാൾ ഒത്തിരി ഉയരത്തി പറക്കുന്ന പക്ഷിയെപ്പോലെയാണ്. പത്രോസാണ് പറയണത്, ഇൻ ഹിം വി ലീവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീയിങ്. പൗലോസ് അതിനെക്കുറിച്ച് നമ്മുടെ നടപടി പുസ്തകത്തിൽ 17:27 വരുമ്പോൾ പറയുന്നുണ്ട്. അതായത് കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞേ, കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നടപടി പുസ്തകം 17, 25, 26, 27 വചനങ്ങൾ. കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നത്, കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നത്, ചരിക്കുന്നത്, ആയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു കോൺഷ്യസ് കീപ്പ് ചെയ്യണം, ബോധം, ഈ ഒരു ബോധം. ഇപ്പോൾ നമ്മൾ ആശുപത്രിയിലാണെങ്കിലും അല്ലെങ്കിൽ കോടതിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ദൈവം ആബ്സെൻ്റായിട്ടുള്ളൊരു സമയമില്ല. ദൈവം ആബ്സെൻ്റായിട്ട് ഫീൽ ചെയ്യുമ്പോഴും അത് നമ്മുടെ മാത്രം ഒരു പ്രശ്നമാണ്, ദൈവത്തിൻ്റെ പ്രശ്നമല്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ദൈവം ആബ്സെൻസ് ആണെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ അഭാവം. ദൈവത്തിൻ്റെ അഭാവം നമുക്ക് ഫീൽ ചെയ്യുമ്പോഴും ദൈവ പൈതൽ മനസ്സിലാക്കണം, എൻ്റെ പരാധീനത കൊണ്ട് ആണ് എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യാത്തത്. പക്ഷേ എൻ്റെ അനുഭവം പോലെയല്ല, എൻ്റെ അനുഭവത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. എൻ്റെ അനുഭവത്തിൻ്റെ അപ്പുറത്ത് അപ്പായുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ലോകത്തോട് പറഞ്ഞത് ഈശോ മാത്രമാണ്. ഈശോയ്ക്ക് ഒരു സമയം വന്നപ്പോഴേ ഈ മരണം ഇങ്ങനെ കൊത്തിപ്പറിച്ച് ഈശോയുടെ ശരീരത്തെ ഇങ്ങനെ നുറുക്കിക്കളഞ്ഞപ്പോൾ, വേദന ഇങ്ങനെ കയറിപ്പോയപ്പോൾ അപ്പായെ ഫീൽ ചെയ്യാത്തൊരവസ്ഥ വന്ന്, ഇല്ലേ? അതല്ലേ പിതാവേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ച് ചോദിക്കണില്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്നുകൊണ്ട് ഈശോനോട് പറയും, ജീസസ്, ബിക്കോസ് ഓഫ് യുവർ പാഷൻ യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഫാദർ. നിൻ്റെ ഈ പാഷൻ കാരണം, നിന്നെ ഇങ്ങനെ ശരീരം നുറുക്കി വെച്ചിരിക്കുന്ന കാരണം, വേദന ഇങ്ങനെ നിൻ്റെ ആത്മാവിനെ ഇങ്ങനെ വേട്ടയാടുന്ന കാരണം, യു ഡോണ്ട് ഫീൽ ഫാദർ. നീ അപ്പായെ നിനക്ക് ഫീൽ ചെയ്യാത്തതാണ്. പക്ഷെ അപ്പ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ആളല്ല എന്ന് പറയും. അതുകൊണ്ട് അടുത്ത ശ്വാസത്തിൽ പറയും, അപ്പാ, ഐ കമാൻഡ് മൈ സ്പിരിറ്റ്. ഞാൻ എൻ്റെ ആത്മാവിന് ഇല്ലാത്ത ആളിനെങ്ങനെ സമർപ്പിക്കണത്? ഉപേക്ഷിക്കപ്പെടുന്ന ആളിനെങ്ങനെ സമർപ്പിക്കണത്? അത് നടക്കത്തില്ല. അപ്പോൾ ഈശോക്കറിയാം അപ്പയുണ്ട്, അപ്പ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ വേദന കൊണ്ടും ഇപ്പം നമുക്ക് തോന്നിപ്പോണതാണ്. ദൈവമേ, ദൈവപൈതലേ, നിനക്ക് എന്തെങ്കിലും തരത്തിൽ ദൈവത്തെ അഭാവം തോന്നലുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് യുവർ പെയിൻ, നിൻ്റെ വേദന കൊണ്ട് മാത്രമാണ് നിനക്ക് എൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യാത്തത്. ബട്ട് റിയാലിറ്റിയിൽ ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, എപ്പോഴെങ്കിലും എൻ്റെ വേദന കൊണ്ട് നിന്റെ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ, എൻ്റെ പാവപ്പെട്ട അധരത്തിൽ നിന്ന് വല്ല വിശ്വാസക്കുറവും വന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പാ എന്നോട് ക്ഷമിക്കണമേ. അങ്ങെപ്പോഴും എന്നെ കൈവിടാത്ത എന്റെ സ്നേഹ ദൈവമാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു. അപ്പാ,
എന്നെ കൈവിട്ടാലും ഞാൻ അപ്പായെ അനുസ്മരിച്ചില്ലെങ്കിലും എന്റെ കയ്യിലുള്ള എന്റെ മേലുള്ള നിന്റെ സാന്നിധ്യത്തെ എടുത്തു കളയാതെ എന്നെ പരിരക്ഷിക്കുന്ന ദൈവമേ, എന്നെ ആ അവബോധത്തിലേക്ക് ഏത് സാഹചര്യത്തിലും എന്നെ വളർത്തണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണമെന്നറിയാവോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി സങ്കടം കൊണ്ട് പൊറുതിമുട്ടി വളരെ വിഷമത്തോടെ എന്നോട് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞത് അവർക്കിപ്പോൾ ഒരു ഓപ്പറേഷനിലേക്ക് അവർ പോകുകയാണ്. ഓപ്പറേഷന് അവർക്ക് പേടിയില്ല, പക്ഷെ അവർ പേടിക്കണ വേറൊരു കാര്യമുണ്ട്. എന്താണ്? അവിടെ കൂടെ നിൽക്കാൻ ആരുമില്ല. ഇപ്പോഴത്തെ ഒരു വിഷയമാണ്. എല്ലാവർക്കും എന്തുമാത്രം അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയത്തില്ല. നമ്മളിങ്ങനെ 10-90 ദിവസം ഒന്ന് കിടക്കേണ്ടി വരുമ്പോൾ 2 ദിവസം കിടന്ന് പനി വരണ പോലെ അല്ലല്ലോ, 3-ാം ദിവസം എഴുന്നേറ്റ് പോണ പോലെ അല്ലേ ഓപ്പറേഷൻ വന്ന് കിടന്നു പോയാൽ. അപ്പം മാത്രമേ നമുക്ക് ജീവിതം എന്താണ്, ബന്ധു എന്താണ്, സ്വന്തം എന്താണെന്നൊക്കെ ഓടിത്തിരിയത്തുള്ളൂ. നിങ്ങളിന്നിപ്പോൾ ദൈവത്തിനെയൊക്കെ വിട്ടിട്ട് ഈ മനുഷ്യന്മാർ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് അവരങ്ങ് വിശ്വസിച്ച് അവരാണ് എല്ലാവെന്നും പറഞ്ഞൊക്കെ നടക്കണില്ലേ? ചില ബന്ധങ്ങളും സ്വന്തങ്ങളുമൊക്കെ ശരിക്കും വൈക്കോൽ ബന്ധങ്ങളാണ്. നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് വന്ന് കഴിയുമ്പോൾ മാത്രമേ ചില ബന്ധങ്ങളുടെ കള്ളനും വെള്ളിയും അറിയത്തുള്ളൂ. ഇത് മനുഷ്യന് വന്നിട്ടുള്ള കാര്യമാണെന്ന് ഈശോയ്ക്ക് നല്ലവണ്ണം അറിയാം. മനുഷ്യൻ, എൻ്റെ മക്കൾ അവരെ ചില കാര്യങ്ങളൊക്കെ കാര്യവിചാരമില്ലാത്തവരാണെന്നും ദൈവത്തിനേക്കാൾ ഉപരി അവർക്ക് അപ്പോഴപ്പോൾ അന്നഴകുന്നവൻ അപ്പനെന്ന് പറയത്തില്ലേ? ഇല്ലേ? അപ്പോഴൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിലും കുറേ സ്നേഹം കാണിക്കണമെങ്കിലും ഒക്കെ ആ കൂട്ടത്തിൽ ചെന്ന് ഗ്രൂപ്പിൽ ചെന്ന് പെട്ടുപോകും. അപ്പോൾ ഗ്രൂപ്പുകാർ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഞായറാഴ്ച കുർബാനയുള്ള ദിവസം തന്നെ നിൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പറയും നമുക്ക് പിക്നിക്കിന് പോകാമെന്ന് പറഞ്ഞാൽ നീ അതിൻ്റെ പുറകെ പോകും. അപ്പോൾ അയ്യോ ഇന്ന് കുർബാന ഉണ്ടല്ലോ, ഞായറാഴ്ച നാളെ കുർബാന ഉണ്ടല്ലോ, നമുക്ക് നാളെ ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച ഉണ്ടാകും, വേറെ ഞായറാഴ്ചയും വരും എന്ന് പറയും. അപ്പോഴുടനെ നമ്മൾക്ക് കർത്താവിനും കൂട്ടുകാർക്കും ഇടയ്ക്ക് വെച്ച് ഒരു തിരഞ്ഞെടുപ്പ് വരും. എന്താ? അപ്പോഴെന്നെ മിക്കവാറും ആര് ജയിക്കും? കൂട്ടുകാർ ജയിക്കും. ഇപ്പോൾ നമ്മൾ അവിടെ വണ്ടിയിൽ കയറി ടൂറിന് പോയിക്കോളൂ. നമുക്ക് വണ്ടി ഇരിക്കുന്ന സമയത്ത് 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അയ്യോ ഇന്ന് കുർബാനൊക്കെ പോയില്ലല്ലോ എന്നൊക്കെ ഓർക്കുമെങ്കിലും പിന്നെ കുറച്ച് കളിയും ചിരിയും കൈകൊട്ടിച്ച് കളിയൊക്കെ വരുമ്പോൾ നമ്മൾ കർത്താവിനെ മറന്നു പോകും. ദൈവം നമ്മളെ തൂക്കി നോക്കണ ഒരു വിഷയമാണ്. ഇതിലൊക്കെ ജയിക്കണം. വാസ്തവത്തിൽ നോൻപ് കാലം നമ്മൾ വളരെ വീക്കാണേ. ഏതെങ്കിലും ഒരു അന്നമ്മ, ത്രേസ്യാമ്മ, ലക്ഷ്മിക്കുട്ടിയ പറഞ്ഞാൽ, അല്ലെങ്കിൽ അന്തോനിക്കുട്ടിയ, അല്ലെങ്കിൽ ആരെങ്കിലും അശോകനൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വിടാനുള്ള ഒരു വിശ്വാസം മാത്രമേ നമ്മുടെ പലരുടെയും കയ്യിൽ ഉള്ളൂ. അതൊക്കെ കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഈ നോൻപ് കാലത്ത് നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ എടുക്കുന്ന ഉപവാസങ്ങളില്ലേ, നമ്മളെടുക്കുന്ന ഉപവാസങ്ങൾ, ഇപ്പം മൊബൈൽ, വീഡിയോ ഗെയിം വരെ ഉപവാസത്തിൻ്റെ വിഷയമാണ്. പിള്ളേർ വീഡിയോ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കത്തില്ലേ? ഇപ്പം നോൻപ് പ്രമാണിപ്പോൾ അവർ വേണേൽ ഭക്ഷണം കഴിക്കാതിരിക്കും, അവരുടെ ഇറച്ചി തിന്നണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ വേണ്ടതെന്ന് പറയും. പക്ഷെ അവർ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് എന്താ അർത്ഥം? നമ്മൾ മാംസ ഉപവാസത്തിനേക്കാളും പ്രാധാന്യമാണ്. നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ അതാണ് ഉപവസിക്കേണ്ടത്. നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നുവോ അതാണ് നമ്മുടെയൊക്കെ ഉപവാസ വിഷയമാക്കേണ്ടത്. അത് ബന്ധമായാലും സ്വന്തമായാൽ ഇപ്പോൾ ചില ബന്ധങ്ങൾ തന്നെ സ്വന്തമാകും, ചില സ്വന്തങ്ങളെന്ന് പറഞ്ഞാൽ ചില ബന്ധമാകത്തില്ല, പക്ഷേ സ്വന്തമായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തോട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ്,
ആ ഇൻട്രസ്റ്റ് ഉള്ള വിഷയത്തിന് ദൈവത്തേക്കാൾ പ്രാധാന്യം വന്നു കഴിയുമ്പോൾ അവിടെയാണ് ഉപവാസം തുടങ്ങേണ്ടത്. നമ്മൾക്ക് ബന്ധത്തിലുള്ള വിഷയങ്ങൾക്ക്, സ്വന്തത്തിലുള്ള വിഷയങ്ങൾക്ക് ദൈവത്തേക്കാൾ പ്രാധാന്യം വസ്തുവിനോ വ്യക്തിക്കോ വന്നു കഴിഞ്ഞാൽ അത് ഉപവാസത്തിൻ്റെ പരിധി കൊണ്ടുവരണം. കാര്യം നീ മാംസാഹാരമില്ലാതെ വേണമെങ്കിൽ നിനക്ക് 1 കൊല്ലവും മഴയാണ് ജീവിക്കാം, അത് വലിയ ആനക്കാര്യമല്ല. പക്ഷേ നിന്നെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നതിൽ നിന്ന് ആര് മാറ്റിയാലും അതെല്ലാം ഉപവാസത്തിൻ്റെ വിഷയമാണ്. നിൻ്റെ പ്രണയബന്ധമായാൽ പോലും, പ്രണയം വ്യക്തിയോട് മാത്രമല്ല വസ്തുവിനോടും ഉണ്ടാകാം, ചിലപ്പോൾ വീടിനോടുണ്ടാകാം, ചിലപ്പോൾ മുറിയോടുണ്ടാകാം, ചിലപ്പോൾ തലേണിയോടും ഉണ്ടാകാം. പില്ലോക്കിടി വെക്കത്തില്ല ചില വീട്ടിൽ, പാത്രത്തിന് ഇടി വെക്കുമല്ല. അപ്പോൾ അമ്മ പാത്രം എടുത്ത് വെക്കുമ്പോഴേ അപ്പോൾ പറയും ഇത് എൻ്റെ പാത്രമല്ല, എൻ്റെ പാത്രം എന്താന്ന് പറയും. സ്വന്തം പാത്രത്തിന് പക്ഷേ ഹൈജീനിക്ക് വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ ചെയ്യാം. എന്നാലും നീ ആ പാത്രം, നിൻ്റെ തന്നെ പാത്രം കിട്ടിയില്ലെങ്കിൽ അത് നിൻ്റെ സ്വന്തമാണ്. ഇന്ന് ആ പാത്രം മറിഞ്ഞ അനുജത്തിയാണ് എടുത്ത് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവൾ തിന്നു തീരണവരെ ആ പാത്രത്തിനിരിക്കുന്ന പുഴന്മാരും ഉണ്ട്. അവിടെയാണ് സ്വന്തത്തിൻ്റെ. അപ്പോൾ ആ പാത്രത്തിൻ്റെ ഒരു ഉപവാസ വിഷയമായി മാറും അത്. ഇപ്പോൾ രാത്രി നമ്മൾ 10 മണിക്ക് കിടക്കാൻ കണ്ട നേരത്ത് തലേണിക്ക് ഇടിവെക്കും, പുതപ്പിന് ഇടിവെക്കും, ഇല്ലേ? കൊച്ചു ഉപവാസങ്ങളുടെ വിഷയമാണ് അതെല്ലാം. ചിലപ്പോൾ നമ്മുടെ തലേണയും കൊണ്ട് കുറച്ച് പഞ്ഞു തലയും കൊണ്ട് അറിയാതെ ചിലപ്പോൾ അമ്മൂമ്മ പോയെന്ന് വരും. അപ്പോൾ അമ്മയോട് പറയും എൻ്റെ തലേണി അമ്മൂമ്മ എടുത്ത്, എൻ്റെ തലേണി അമ്മൂമ്മ എടുത്തെന്ന് പറയും. അപ്പോൾ അമ്മ പറയും അമ്മൂമ്മ ഉറങ്ങിയിട്ട്, പിന്നെ അമ്മ പറയും ഞാൻ എടുക്കുമെന്ന് പറയും. ആ അമ്മൂമ്മയുടെ തലേണി എടുത്തിട്ട് വരും. എന്താണ്? ഇവൾക്ക് ഈ തലേണി കിടന്നാൽ ഉപവാസം പ്രാർത്ഥന അവൾക്ക് ഉറക്കം വരത്തുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം അറിയാണ്ടെടുത്ത അമ്മമ്മയുടെ തലേണി അമ്മമ്മയെ ഉണർത്താതെ ശരി ഞാൻ തലേണി ഇഷ്ടമുള്ള തലേണിയെ കിടന്നോളാം എന്ന് പറഞ്ഞ കൂട്ടത്തിലൊരു ആശ അടക്കമുണ്ട്, തലേണിയുടെ ആശ അടക്കം. അപ്പോൾ ഈ മാംസാഹാരത്തെക്കാൾ വലുതാണ് നമ്മൾ എന്തിനോട് അറ്റാച്ചായിരിക്കുന്നോ, എന്തിനോടാണ് അറ്റാച്ചായിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ അത് കൂടിയേ തീരു, ഒഴിച്ചുകൂടാത്ത അവസ്ഥയിലേക്ക് മാറുമ്പോൾ 1-ാം പ്രമാണത്തിന് ലംഘനമായി മാറും. കാര്യം എന്താണ്? നമ്മളോട് അറ്റാച്ചാകാൻ പറഞ്ഞിരിക്കുന്നത് ഒരാളോട് മാത്രമാണ്. നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ, ഒട്ടിപ്പ് നിനക്കുണ്ടാവരുതെന്ന് പറയും, ഇല്ലേ? ഓപ്ഷൻ വെക്കരുതെന്ന് പറയും. എന്തെങ്കിലും ദൈവവേദന എന്തെങ്കിലും കാര്യത്തിന് നിനക്ക് സാഠ്യമുണ്ടെങ്കിൽ നിൻ്റെ ആന്തരിക സാഠ്യം, ശീലസാഠ്യങ്ങളെല്ലാം 1-ാം പ്രമാണത്തിൻ്റെ ലംഘനമായിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള സാഠ്യങ്ങളിൽ നിന്നാണ് നോൻപുകാലം നിന്നെ വിടുവിക്കാനും ആശ അടക്കാനും. ആശ അടക്കിട്ട് എന്നാ കാണിക്കാനാ? ആശ അടക്കം അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല. അതിൽ ലക്ഷ്യം എന്താണ്? ദൈവത്തോടുള്ള ആശയാണ് ലക്ഷ്യം. നിൻ്റെ ആശ അടക്കം വ്യക്തികളോട് ആകാം. ആ ആശ അടക്കം ഒരു മാർഗമാണ്. ആശ അടക്കം ലക്ഷ്യം എന്താണ്? ദൈവത്തോട് ആത്മബന്ധം പുലർത്തിക്കൊണ്ട് നിൻ്റെ ആന്തരിക ശക്തി പ്രാപിക്കുകയാണ്. കൈ അടിച്ചു കർത്താൻ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ആത്മക്കരുത്ത് പ്രാപിക്കേണ്ടത് ആശ അടക്കത്തിലൂടെയാണ്. ആശ അടക്കം ഒരു മാർഗമാണ്. എന്തെങ്കിലും കാര്യം നിനക്ക് താല്പര്യമുള്ളത്, നിനക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുകയോ നഷ്ടപ്പെടുകയോ കിട്ടാത്തൊരവസ്ഥയോ ഉണ്ടെങ്കിൽ അത് നോൻപിൻ്റെ അരൂപി സ്വീകരിച്ചുകൊണ്ട് അതിനേക്ക് നിൻ്റെ ആത്മക്കരുത്തിന് അത് കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ആ വിഷയം സമർപ്പിച്ചുകൊണ്ട് അത് നിന്നെ കർത്താവ് സമർപ്പിച്ചുകൊണ്ടാണ് തൻ്റെ ഇല്ലായ്മകളെയെല്ലാം കർത്താവ് അതിജീവിച്ചത് സമർപ്പണത്തിലൂടെയാണ്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്ന ആര്? അപ്പ. ഭയങ്കര സന്തോഷം സ്വന്തമായിട്ട് പറയുമായിരുന്നു, നിങ്ങൾ എല്ലാവരും എന്നെ ഇട്ടേച്ചും പോണ കാലം വരും, പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. അത്രയും ആത്മകരുത്തും ആത്മധൈര്യം കൊടുത്തിരുന്നതാണ് അപ്പായുടെ സാന്നിധ്യം. പക്ഷേ വേദന തീവ്രമായി വന്നപ്പോൾ, അപ്പായുടെ സാന്നിധ്യം അനുഭവിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ ആണ് അപ്പാ എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചെന്ന് ചോദിച്ചത്. അപ്പം അപ്പൻ്റെ ഇല്ലായ്മ ഫീൽ ചെയ്തു. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രലോഭനമാണ് ഉണ്ടാകണത്.
നമുക്ക് എന്താണ് ഏറ്റവും പ്രിയപ്പെട്ടത് അതാണ് എടുത്തു മാറ്റപ്പെടുന്നത്. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അപ്പായായിരുന്നു. അതുകൊണ്ട് അപ്പ എടുത്തു മാറ്റപ്പെട്ട പോലുള്ള ഫീലിംഗ് ഈശോയുടെ ഉണ്ടായി. പക്ഷെ അതിനെ അതിജീവിക്കാൻ പരിശുദ്ധാത്മാവ് തന്ത്രം പറഞ്ഞു കൊടുത്ത്, എന്നാ ദൈവവേദലേ, എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ, നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്ത് തോന്നിയാൽ, എന്തെങ്കിലും അത് നിനക്ക് ആ നഷ്ടപ്പെടൽ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഹൃദയത്തിന് കിഴുത്തേക്ക്, നിൻ്റെ കരളിന് കിഴുത്ത ഉണ്ടാക്കുന്ന തീവ്രവേദനയായി മാറ്റിയാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഈശോ സമർപ്പണമെന്ന് പറഞ്ഞത്. നോൻപ് കാലം ഒരേ സമയം തന്നെ സമർപ്പണത്തിൻ്റെ കാലമാണ്. നിൻ്റെ സ്വന്തപ്പെട്ടത്, നിനക്ക് അർഹതപ്പെട്ടത്, നിനക്ക് അവകാശപ്പെട്ടത്, നീ സ്വന്തമായി അതിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇരിക്കുന്ന വിഷയങ്ങളുടെ മേലെ ദൈവം കൈവെക്കുമ്പോൾ അത് സമർപ്പിക്കാനുള്ളതാണെന്നാണ് കുരിശ് പഠിപ്പിക്കുന്ന പാഠം. കൈയടിച്ച് കിടന്നാണ്. അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അച്ഛാ എൻ്റെ ഓപ്പറേഷനും കഴിയുമ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം അവർ പറഞ്ഞു. അപ്പോഴും ഞാൻ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കരുണയോടെയും കർത്താവിനെ പോലെ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്താ സംഭവം എന്നറിയാമോ? അവർ പറഞ്ഞത്, അച്ഛാ ഞാൻ 41 വർഷമായി ഈശോൻ്റെ കൂടെ നടക്കുന്നത്, എന്നിട്ടും എനിക്ക് ഗതി. അതാണ് കുഴപ്പം. അത്രയും തന്നെ കുഴപ്പമില്ല, ഇനി ഇപ്പോഴാണ് ഷോർട്ടായത്. എന്താണ് 41 വർഷമായി ഞാൻ കർത്താവിൽ നിന്ന് വിളിച്ച് നടക്കണത്. അവരത് പറയുമ്പോൾ ഒരു ഹിസ്റ്ററി ഉണ്ട്, അതിനൊക്കെ ചരിത്രമുണ്ട്. കാര്യം അവർ എല്ലാ പ്രയാസകാലങ്ങളിലും ഒക്കെ നല്ല ദൈവപൈതലായിട്ട് ജീവിച്ച ആളാണെന്നാണ് അവർ പറയണത്. ഇപ്പോൾ അത്രയും കൃത്യമായിട്ട് വിശ്വാസം കാത്ത് രക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ, സെൻറ്റ് പോളും പറയുമല്ലോ, ഞാൻ നല്ല ഓട്ടം ഓടി വിശ്വാസം സംരക്ഷിച്ചു. അതുപോലെയുള്ള ഒരു വർത്തമാനമാണ് പറഞ്ഞത്. പക്ഷേ എന്നിട്ട് എനിക്കെന്താ ആരുമില്ലാണ്ടായി പോയതെന്ന്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടേ. ഇപ്പോഴത്തെ ഒരു പ്രത്യേക ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സിസ്റ്റം അനുസരിച്ച് കൊണ്ട് ആർക്കും ടൈം സ്പെയർ ചെയ്യാൻ ഇല്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ വരുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഈ ഉടമ്പടി ക്രിസ്ത്യാനി എന്നാ ചെയ്യും? നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തിരിക്കണാണല്ലേ. ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്താ? ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താ? ഉടമ്പടി ഇങ്ങനെ പുരോഗമിക്കുന്നത് കാണാം ബൈബിളിലെ. അച്ഛനെ എപ്പോഴും പറയാറുണ്ട് അല്ലേ, അബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടി വാക്കാൽ ഉടമ്പടിയാണ്. അതിൻ്റെ വാഗ്ദാനം എന്താണ്? സന്താനവും സ്ഥലവുമാണ് ഇല്ലേ. മോസസിനോട് ചെയ്ത ഉടമ്പടി റിട്ടൺ ഉടമ്പടിയാണ്. എഴുതിക്കൊടുത്തു ദൈവം ഉടമ്പടി പ്രമാണങ്ങളെ എഴുതിക്കൊടുത്തു. അതിൻ്റെ വാഗ്ദാനം എന്താ? തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ദേശമാണ്. വീണ്ടും ഉടമ്പടി പുരോഗമിച്ചപ്പോൾ കർത്താവിൻ്റെ കാലം വന്നു. കർത്താവിൻ്റെ ഉടമ്പടി എന്താ? വാക്കാൽ ഉടമ്പടിയാണ്, റിട്ടൺ ഉടമ്പടിയാണ്. അതേസമയം തന്നെ ക്രിയ ചെയ്യണ കർമ്മത്തിൻ്റെ ഉടമ്പടിയാണ്. കർത്താവ് കുർബാനയെ പുതിയ ഉടമ്പടിയാക്കി ഇല്ലേ, പുതിയ ഉടമ്പടിയാക്കി. അത് ഉടമ്പടി ചെയ്യാണ് ചെയ്തത് അല്ല, ഡു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളും ഈ ഉടമ്പടി അനുഷ്ഠിക്കണം. അതിൻ്റെ വാഗ്ദാനം എന്താ? കർത്താവിൻ്റെ പുതിയ ഉടമ്പടി വാഗ്ദാനം എന്താണ്? 1 യോഹന്നാൻ 2:25 എന്താ പറയണത്? നിത്യതയാണ് വാഗ്ദാനമെന്ന്. പ്രൈസ് ദ ലോർഡ്. കുർബാന അർപ്പിക്കപ്പെടുന്നതും കുർബാന സ്വീകരിക്കുന്നതും എന്തിനാണ്? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മഞ്ഞ ഭക്ഷിച്ചു, അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിനും ഞാൻ അവനിന് വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. എന്നെ അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. സ്തുതിയുടെ ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടിയിലെല്ലാം ആദ്യകാലം മുതൽ അവസാനം വരെയുള്ള എല്ലാം കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട്, പൊതുവായിട്ടുള്ള കാര്യം. എന്താ? ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലേ, ദൈവത്തിൻ്റെ സാന്നിധ്യം. മോസസിനോടും പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരും. കർത്താവ് നമ്മളോട് പറഞ്ഞു, അന്ത്യം വരെ ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ആ ചേച്ചി എന്നാ പറഞ്ഞത്? ഞാൻ അനാഥയാണെന്നല്ലേ പറഞ്ഞത്. ഓപ്പറേഷൻ കഴിയുമ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ എനിക്കാരുമില്ല എന്ന് പറഞ്ഞു അല്ലേ. ഓരോരോ കാര്യങ്ങളോട് അടുക്കുമ്പോഴാണ്
ആ കാര്യങ്ങളുടെ അഗ്നി നമുക്ക് മനസ്സിലാവണത്, അതിൻ്റെ ചൂട്. അങ്ങനെ ഓരോ വ്യക്തിയും ഉള്ളിൽ അനാഥമാണെന്നും അനാഥയാണെന്നും അനാഥനാണെന്നുമൊക്കെ ചിന്തിക്കേണ്ട ചില സാഹചര്യത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ മക്കൾ വിചാരിക്കണം, ആരെ നിങ്ങൾ ഓർഫണാക്കിയാലും ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ല. ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. സുഡ ഹല്ലേലൂയ. അബാൻഡൻ ആണെന്ന് തോന്നണേ ആൾക്കാർ നമുക്കറിയാമല്ലോ. യോഹന്നാൻ്റെ 13-ാം അധ്യായത്തിലാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കണത് അല്ലേ. അത് സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് 14-ാം അധ്യായത്തിലാണ് അടുത്ത ശ്വാസത്തിൽ പറയണത്, ഐ വിൽ നോട്ട് ലെറ്റ് യു ഓർഫൺ, ഞാൻ നിന്നെ അനാഥമായി വിടത്തില്ല. 14-18 തിരുവചനമാണ്. കുർബാന സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് പറയണതാണത്. അഥവാ യോഹന്നാൻ അത് ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കുർബാന സ്ഥാപനത്തിന് ശേഷമാണ് പറയണത്, ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്ന് 14-18 പറയുമ്പോൾ ഈശോ പിരിഞ്ഞു പോകാൻ നേരത്തും ആ വാക്കിന് അടിവരയിട്ട് പറയും അവസാനം വരെ. അനാഥമായി വിടാത്തത് എപ്പോഴാണ്? അവസാനം വരെയാണ്, ഇടക്കും തലക്കും അല്ലെന്ന്. ഏതെങ്കിലും 5 വർഷം നിങ്ങളെ കൂടെ നിന്നിട്ട് നമ്മുടെ ബന്ധുക്കൾ പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ 5 വർഷം നമ്മളിന്ന് മാറി നിൽക്കും ഇല്ലേ. നമ്മുടെ കമ്പനി ആയാലും കൃഷി ആയാലും കൂട്ടുകമ്പനി ആയാലും ആരായാലും കാലത്തിൽ വിട്ടുവിട്ടാണ് നിൽക്കണത്. അവസാനം വരെ ആരും നിൽക്കത്തില്ല. ഈ കാലത്തിൽ വിട്ടുവിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് നീ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ദൈവവേദലെ നോൻപ് കാലത്ത് ഉപവസിക്കണം. എൻ്റെ കർത്താവേ, കാലത്തിൽ ഓരോരോ കാലത്തിലും ഓരോരോ പുതിയ സംവിധാനങ്ങളും പുതിയ പ്രസ്ഥാനങ്ങളും പുതിയ വർക്ക് ഫീൽഡും പുതിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളും പഠനങ്ങളുമൊക്കെ വരുമ്പോൾ വിട്ടിട്ട് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ ദൈവതുല്യമായിട്ട് കണ്ടിട്ട് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ അകന്നു പോകുന്നത് കൊണ്ട് വേദനയായാലും ശരി, അകന്നു പോണതായിട്ട് നമ്മൾ അറിഞ്ഞാലും നമ്മൾ ഇട്ട് കളയുമ്പോഴുണ്ടാകുന്ന വേദനയായാലും ശരി, എല്ലാം വിഗ്രഹാരാധനയാണ്. വേദന വിഗ്രഹാരാധനയുടെ ഒരു രൂപം ചില സമയത്ത് സ്വീകരിക്കുമ്പോൾ നീ മനസ്സിലാക്കണം, 1-ാം പ്രമാണം ലംഘിച്ച് നിൽക്കുന്ന ഒരു പാപിയാണ് നീ എന്ന്. മനസ്സിലായോ പറയണത്? വേദന 1-ാം പ്രമാണം ലംഘിക്കുന്ന രീതിയിലേക്ക് വരും ചില സമയത്ത്. എന്താ? അതായത് ഓരോരുത്തരും ഓരോരോ കാലത്തിൽ ഓരോരോ അസൈൻമെൻറ്റിൻ്റെ പേരിൽ നീ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്ന വ്യക്തികൾ നിന്നിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവർ പിരിഞ്ഞു പോകുന്നവരെ കൂടി നിൻ്റെ പഠനം നിർത്തി അവർ പിരിഞ്ഞു പോകുന്നവരെ കൂടി നിനക്ക് നിൻ്റെ പ്രാർത്ഥന നിർത്തി അങ്ങനെ അല്ലേ? പ്രാർത്ഥന നിർത്തിയിട്ടില്ലേ എത്രയോ പേര്? സ്വന്തങ്ങളും ബന്ധങ്ങളുമൊക്കെ കൈമോശം വന്നു പോകുമ്പോൾ നീ പിന്നെ പ്രാർത്ഥനയില്ലാതെ മൂഡ് ഔട്ടായി അങ്ങനെ ഇരിക്കില്ലേ? അങ്ങനെയുള്ള വികാരങ്ങളെല്ലാം വിഗ്രഹാരാധന ബലമാണ് ചെയ്യണത്. എന്താ? നീ 1-ാം സ്ഥാനം കൊടുത്തിരിക്കണ ദൈവത്തിനല്ല. അതുകൊണ്ട് ഈശോ എന്നാ പറയുന്നത്? ഇങ്ങനെ വിട്ടുവിട്ട് പിടിക്കണ ആളല്ല ഞാൻ. കാലത്തിൻ്റെ അവസാനം വരെ 28-20 മത്തായിയുടെ സുവിശേഷത്തിലെ അത് ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ലെന്നുള്ള 14-18 യോഹന്നാൻ്റെ തിരുവചനത്തോടെ എപ്പോഴൊക്കെ അനാഥരായി വിടത്തില്ലെന്ന് കർത്താവ് കാലത്തിൻ്റെ കൃത്യതയിൽ പറയുന്നുണ്ട്. അവസാനം വരെയാണെന്ന്, ഇടക്കം തിരക്കുമല്ല. അത് നീ വിശ്വസിക്കണം ദൈവവേദനെ. നീ വിശ്വസിക്കുമ്പോഴാണ് നിനക്കത് പ്രയോജനപ്പെട്ടത്. അവർ കേട്ട വചനം അവർ വിശ്വസിച്ചില്ല, കാരണം അവർക്കത് പ്രയോജനപ്പെട്ടില്ല. വചനമാണത്. നമ്മൾ ഹെബ്രായർ 4:2 വായിക്കുമ്പോഴെന്താ പറയണത്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. വചനം എന്തിനുള്ളതാ? പ്രയോജനപ്പെടാനാണ്. വചനം എന്താ പറയണത്? കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഇപ്പം നമ്മൾ യോഹന്നാൻ 14-18 അതുപോലെ തന്നെ മത്തായി 28-20 കൂടി കൂട്ടിവെക്കുമ്പോൾ നമുക്ക് ഒരു വചനം കിട്ടും. എന്താ? കർത്താവിൻ്റെ വചനമെന്ന് പറയുന്നത് എന്താ? കർത്താവിൻ്റെ മനസ്സല്ലേ. കർത്താവിൻ്റെ മനസ്സെങ്ങനെ വെളിവാകണത്? ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറച്ച് കാലത്തേക്കെന്നല്ല. അതിൻ്റെ അർത്ഥം നീ ഓർഫണായാലും നീ ICUവിലായാലും നീ വെന്റിലേറ്റർ ആയാലും ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. കൈ അടിച്ചു കർത്താണ്. അതിൽ നീ വിശ്വസിക്കണം. എന്തിൽ വിശ്വസിക്കണം? കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിക്കണം. ഓപ്പറേഷൻ്റെ പോസ്റ്റ് ഓപ്പറേഷനിൽ മാത്രമല്ല, നിൻ്റെ വെന്റിലേറ്ററിലും നിന്നെ കർത്താവ് കൈവിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിലെ വിശ്വാസം ഇങ്ങനെ ആകാശം പോലെയാണ്. അതിന് അറുതിയില്ല.
ചക്രവാളങ്ങളും നമ്മൾ കാണുമ്പോൾ ഈ മെഹമേലാപ്പില്ലേ, നമ്മൾ മെഹമേലാപ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ 35,000 അടിയൊക്കെ വിമാനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ കേരളത്തിലുള്ള മിക്കവരും വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ആ 35,000 അടി മുകളിലോട്ട് പോകുമ്പോൾ പിന്നെയും നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ ആകാശം പിന്നെയും പോയി കിടക്കണ കാണാം അല്ലേ? താഴെയും ആകാശം കാണാം. നമ്മൾ കാണുന്ന ആകാശം താഴെ കാണും മേഘങ്ങളെ, മുകളിൽ വേറെ ആകാശം കാണും. ഇതുപോലെയാണ് വിശ്വാസത്തിൻ്റെ അവസ്ഥ. വിശ്വാസം ഓരോരുത്തരും ചെന്ന് അവസാനിക്കത്തില്ല, അത് വിശ്വാസം അനന്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പാഠങ്ങളിലൂടെയാണ് നീ ദൈവത്തിൻ്റെ വാക്കിലങ്ങ് വിശ്വസിക്കണം. നിൻ്റെ വെന്റിലേറ്ററിലും ഐസിയുവിലും നിന്നെ അനാഥമായി വിടത്തില്ലെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ വാക്കിന് മാറ്റമില്ലെന്ന് കൂടി നീ വിശ്വസിക്കണം. എന്താണ് അവൻ പറഞ്ഞത്? ആകാശം കടന്നു പോകും, ഭൂമിയും കടന്നു പോകും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾക്ക് മാറ്റം വരത്തില്ല. കൈയടിച്ച് കർത്താവ് 21:36 വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു വരണത് ബൈബിളിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? തൻ്റെ പ്രസൻസ് ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. എന്തെങ്ങനെ പറയണമെന്നറിയാവോ? നിൻ്റെ വേദനയുടെ കാലത്താണ് കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്നാ പറഞ്ഞത്? ചിലപ്പോൾ നിനക്ക് ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കർത്താവിന് പോലും ഫീൽ ചെയ്തില്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ജ്ഞാനവരത്താ പറഞ്ഞു, ജീസസ് ദ ഫാദർ ഈസ് വിത്ത് യു, പ്ലീസ് കമാൻഡ് ബൈ യുവർ സ്പിരിറ്റ്. നീ അപ്പാ നിൻ്റെ കൂടെ ഉണ്ട് ഈശോ, ഇനി ഒന്നും പറയണ്ട, നീ കമൻറ്റ് ചെയ്താൽ മതിയെന്ന്. മക്കളെ, നിൻ്റെ വേദനയോ നിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള നിൻ്റെ സങ്കട സാഹചര്യങ്ങളെയോ സങ്കടപ്പെടുന്ന വ്യക്തികളെയോ നീ ദൈവത്തിന് ഈ നോൻപ് കാലത്ത് സ്നേഹത്തോടെ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ സമർപ്പിക്കണം. എന്താ കഴിയുന്ന അറിയുമോ? അപ്പോഴാണ് കർത്താവിൻ്റെ കരുത്തറിയണത്. ഒരു പക്ഷേ കർത്താവിനെ കാണിച്ചുകൊണ്ട് അപ്പ ഭൂമി പിളർത്തത്തില്ല, ദേവാലയത്തിൻ്റെ തിരശ്ശീല കീറത്തുമില്ല. പക്ഷേ അപ്പ എപ്പോഴായാലും അത് കീറിയിരിക്കും, എപ്പോഴായാലും അപ്പ അത് പിളർത്തിയിരിക്കും. കർത്താവ് ഉയർത്തെഴുന്നേൽക്കണത് എൻ്റെ മുന്നാസ്വാദനമായിട്ട് നടന്നിട്ടുള്ള കുഴിമാടങ്ങൾ തുറക്കൽ കർത്താവിൻ്റെ കണ്ണടയും മുമ്പ് കർത്താവിനെ കാണിച്ചില്ല അപ്പ. പക്ഷേ അപ്പ അത് ചെയ്തിരുന്ന അപ്പയുടെ വാക്കിൻ്റെ പ്രത്യേകത അതാണ്, വാഗ്ദാനത്തിൻ്റെ. അപ്പ അത് പാലിച്ചിരിക്കും. ഒരു പക്ഷേ നിനക്കത് കാണണമെന്നോ നിനക്കത് അനുഭവിക്കണമെന്നോ എല്ലാ കാര്യങ്ങൾക്കും നിർബന്ധമില്ലെങ്കിലും ദൈവവേദനയിലെ നിൻ്റെ അനുഭവത്തിൻ്റെയും കാഴ്ചയുടെയും കേൾവിയുടെയും ഒക്കെ അപ്പുറത്ത് ദൈവത്തിൻ്റെ വചനം പാലിക്കപ്പെടുന്നുണ്ട്. കൈ അടിച്ചു കടത്താണ് കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനിലൂടെ ഈശോ എന്നാ ഇങ്ങനെ പറഞ്ഞെന്നറിയാവോ? ഇപ്പോഴേ നിങ്ങൾ ഏത് സാഹചര്യത്തിലും നിങ്ങളെ വിട്ടുപിരിയാതെ ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഏത് സാഹചര്യത്തിലും എന്നെ വിട്ടുപിരിയാത്ത ദൈവത്തെ സ്നേഹിക്കാനും എന്നെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തെ പലതരത്തിൽ തള്ളിപ്പറയാൻ പറ്റുകയെ. ആ ചേച്ചിയുടെ വർത്തമാനം ഒരു തള്ളിപ്പറച്ചിലായിരുന്നു. അതാണിപ്പോൾ ഈശോ ഇത്രയും സംസാരിക്കാൻ കാരണം. ഞാൻ 41 കൊല്ലം കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും എനിക്കിങ്ങനെ ഇപ്പോഴിത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞില്ലേ, അത് അക്ഷരാർത്ഥത്തിലൊരു തള്ളിപ്പറച്ചിലാണ്. ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ സൂക്ഷിക്കണം. ഇപ്പം നീ നിൻ്റെ അപ്പനെ തള്ളിപ്പറയും, ചിലപ്പോൾ അമ്മയെ തള്ളിപ്പറയും. ഇപ്പം അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സങ്കടം ഉണ്ടാകും നിങ്ങൾക്ക്, ഇല്ലേ? എന്നാലും മരിക്കും എന്നുള്ള ഉറപ്പാണ്. ദൈവത്തിന് മരണമില്ലല്ലോ, അതാണ് പ്രശ്നം. നിങ്ങളെ ഭൂമിയിൽ ആരെ തള്ളി പറഞ്ഞാലും കുറേ കാലത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവർ പിരിഞ്ഞു പോകും, നമ്മളും പിരിഞ്ഞു പോകും. പക്ഷേ ഈ പിരിഞ്ഞു പോകാത്തവരെ തള്ളിപ്പറയുമ്പോൾ സൂക്ഷിക്കണം. കാര്യം നമ്മൾ 41 കൊല്ലത്തെ വിശ്വാസം. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ അത് മിഥുൻ
മിഥുൻ കൃഷ്ണ. അപ്പം അങ്ങനെ കുഞ്ഞിനെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുത്ത് തുടങ്ങിച്ചിരുന്നു. അതിപ്പോൾ ഇത് 3-ാം പ്രാവശ്യം പറയണത്, ബൈ ചാൻസായിട്ട് ഇപ്പോൾ പറയണത്. കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച മിഥുൻ കൃഷ്ണനെ എഴുത്ത് തുടങ്ങിച്ച്. അപ്പോൾ കുഞ്ഞിൻ്റെ മാതാപിതാക്കന്മാർ ഈ മിഥുൻ കൃഷ്ണനെ എൻ്റെ മടി കൊണ്ടുവന്ന് വെക്കുമ്പോൾ എഴുത്ത് തുടങ്ങിക്കുന്ന മുമ്പ് എന്നോട് പറഞ്ഞത്, അച്ഛാ നമ്മുടെ അൾത്താരയിൽ നിന്ന് അമ്മ തന്നതാണെന്ന് പറഞ്ഞ്, ഈ മിഥുൻ കൃഷ്ണനെ അമ്മ തന്നതാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് എപ്പോഴാണ് കിട്ടിയെന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങളാണച്ചാ ഇവിടുത്തെ ആദ്യത്തെ ഉടമ്പടിക്കാരെന്ന്. അപ്പം അന്ന് ആ ഉടമ്പടി 16 തുടങ്ങുമ്പോഴേ 5 ഉടമ്പടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം. 5 ആൾക്കാർക്ക് അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. എന്നോട് അമ്മ ആദ്യം എഗ്രിമെൻ്റ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നോടല്ല പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ വിജയകുമാർ സാറോടെ പറഞ്ഞു. വിജയകുമാർ സാറേ എന്നോട് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ എന്തോ ഒരു സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ 48ാമത്തെ കൊന്തയ്ക്കാണ് ഇത് പറയണത്. ഇവിടെ നടന്നിരിക്കുന്ന ഓരോ കാര്യവും 2003 അഖണ്ഡ ജപമാല ഉൾപ്പെടെ 2011 ഹോസ്പിറ്റൽ മിഷൻ ഉൾപ്പെടെ ഈ ശുശ്രൂഷാലയത്തിൻ്റെ വളർച്ചയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ജപമാലയുടെ സമയത്താണ് വെളിപ്പെട്ട് വരണത്. അതുകൊണ്ട് അമ്മയാണ് ഇതിൻ്റെ അധ്യക്ഷ. അത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് അമ്മ എന്നാ പറഞ്ഞാലും പെടല് പോയാലും നമ്മളെ ചെയ്യും, അമ്മയ്ക്കറിയാൻ ചെയ്യുമെന്ന്. 2004 സമയഘടികാരം നെഞ്ചി ചാർത്തിക്കൊണ്ട് എന്നെ പുറകെ വന്ന് നിന്നിട്ട് എന്നോട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി കണ്ട് പേടിച്ചു പോയി. അപ്പോൾ ഞാൻ അമ്മ നിൽക്കണം, സമയഘടികാരം നെഞ്ചി ചാർത്തുന്നു, 10:08 സൂചി കാണിക്കണം, എന്തോ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തന്നെയില്ല. അന്ന് ഞങ്ങൾ 110 തിരി, 1/2 കിലോ ഉള്ള 110 തിരി വാങ്ങിച്ച്, ഇന്ന് നിങ്ങളുടെ കയ്യിലൊക്കെ പച്ചത്തിരി ഇരിപ്പില്ലേ, അന്ന് കൊടുത്ത തിരിയാണ്, പച്ചത്തിരി ഫോളോ ചെയ്യുകയാണ് ശരിക്കും. ചില അച്ഛന്മാർ ചോദിക്കും പച്ചത്തിരിയോ നീലത്തിരിയോ എന്താ നിറം വെച്ച് കളിക്കണം. നിറം വെച്ച് കളിക്കുകയല്ല. നിറം എന്താണ്? ഐ വിൽ ഗീവ് എ ഗ്രീനറി എർത്ത്, ഞാൻ നിങ്ങൾക്ക് പച്ചപതച്ച ഒരു ഭൂമി അവകാശമായി നൽകുന്നത് പോലെ തന്നെ ഈ വാഗ്ദാനങ്ങൾ നിന്നോട് പാലിക്കുമെന്ന് 6:9 ഉൽപ്പത്തി പറയുന്നുണ്ട്. പച്ച അഭിവൃദ്ധിയുടെയും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെയും കളറാണ്. നീല എന്താണ്? വാഗ്ദാന പേടകം മൂടിയിടാൻ പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വാഗ്ദാന പേടകം, മന്ന അപ്പം, അഹറോൻ്റെ പൂത്ത വടികളെ, മോസസിൻ്റെ എഴുതി കൊടുത്ത ദൈവം എഴുതി കൊടുത്ത കൽപ്പനകൾ, അത് ഉള്ളടക്കിയിരിക്കുന്ന സ്വർണ്ണപ്പേടകമായ വാഗ്ദാന പേടകം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കവർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നീലത്തുണി കൊണ്ടാണ്. സ്വർഗത്തിൻ്റെ കളറാണത്. അതാണ് നീലത്തിരി വന്നിരിക്കുന്നത്. ഉടമ്പടിയുടെ ഓരോ അംശങ്ങളും കർത്താവിൻ്റെ വചനത്തിലുള്ളത് അരിച്ചും കുണിച്ചും വെച്ചിരിക്കുക, അരിച്ചും കുണിച്ചും. അതുകൊണ്ട് അതൊക്കെ കത്തിക്കുമ്പോൾ, പച്ച കത്തിക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾക്കും ദൈവം നോക്കിന് കൊടുത്ത പോലെ പ്രളയത്തിൽ ചീഞ്ഞു പോയ ഭൂമിക്ക് പകരം ഒരു പച്ച പുതച്ചൊരു ഭൂമി, ഒരു അഭിവൃദ്ധിയുടെ ജീവിതം, ഒരു ജോലിയും വിവാഹവും കുഞ്ഞുങ്ങളുമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് തരും, ദൈവം തരും. എന്ത് നഷ്ടപ്പെട്ടാലും ദൈവം അത് റീഫണ്ട് ചെയ്യും. കൈ അടിച്ച് കർത്താൻ. എന്താ അവസാനം പറഞ്ഞത്? എന്ത് നഷ്ടപ്പെട്ടാലും ദൈവം അത് തിരിച്ചു തരുമെന്നല്ലേ. മിഥുൻ കൃഷ്ണയുടെ, നവീൻ കൃഷ്ണയുടെ മാതാപിതാക്കന്മാർ പറഞ്ഞില്ലേ, ഞങ്ങളന്ന് ഉടമ്പടി ചെയ്യുമ്പോൾ 5 പേരെ ഉണ്ടായുള്ളന്ന്. ഉടമ്പടി ചെയ്ത ആ ആഴ്ച തന്നെ അവൾ പ്രഗ്നൻ്റായി. ആ കുഞ്ഞിനാണ് ഇപ്പോൾ ഞാൻ എടുത്തു തുടങ്ങിച്ചത്. അപ്പോൾ അവർ പോയപ്പോഴെൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി. കാര്യം ഉടമ്പടി ഇപ്പോഴാണ് ഇടിവെട്ട അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്കിതുപോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ശരിക്കും. ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞിന് എത്ര കാലമായിട്ടാണ് നിങ്ങൾക്ക് കുഞ്ഞില്ലാതിരുന്നത്? ഞാനോർത്ത് അവരെ കണ്ടപ്പോൾ ചെറുപ്പക്കാരൻ തോന്നിയായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനോർത്ത് ഒരു 5 വർഷം വന്ന്, അല്ല 20 വർഷം. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. 20 വർഷമായിട്ട് മക്കളില്ലാത്തവർക്കാണ് ഒറ്റ ഉടമ്പടിയോടുകൂടി കർത്താവ് സുന്ദരനായ ആൺകുഞ്ഞെ കൊടുത്തത്. ഈ കുഞ്ഞ് എവിടെയായിരുന്നു ഇത്രയും നാൾ? കർത്താവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ചോദിക്കേണ്ട ആൾക്കാർ ചോദിക്കുമ്പോൾ എടുത്ത് കൈ കൊടുക്കും. തടസ്സമുണ്ടായും ചിലപ്പോഴും അവരുടെ ജീവിതത്തിലെ. പക്ഷെ അമ്മ ചോദിച്ച തടസ്സങ്ങൾ മാറുമെന്ന് കാനായിലെ കല്യാണം പഠിപ്പിക്കുന്നുണ്ട്. ഈശോ തന്നെ പറഞ്ഞില്ലേ, ആദ്യത്തെ തടസ്സം എന്താ പറഞ്ഞത്? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. പക്ഷെ ചോദിച്ച ആളാരാ? അമ്മയാ. അമ്മ ചോദിച്ചാൽ ഏത് തടസ്സവും ദൈവം മാറ്റും. അതുകൊണ്ടാണ് നമ്മൾ കവനൻ്റ് നമ്മൾ ചെയ്യണത് എന്താ? എബ്രഹാത്തിൻ്റെ ഉടമ്പടിയല്ല നമ്മൾ ചെയ്യണത്, മോസസിൻ്റെ ഉടമ്പടിയല്ല, മരിയൻ ഉടമ്പടിയാണ്. എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്ക് 25 കൊല്ലം താമസം കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെ കിട്ടിയത്.
മോസസിൻ്റെ ഉടമ്പടിക്ക് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് വാഗ്ദാന നാട് പ്രാപിക്കാൻ പോയത്. അവിടെയൊക്കെ സമയത്തിൻ്റെ ലാഗിങ് വരുന്നുണ്ട്. അതുപോലെയുള്ള ലാഗിങ് ഇവിടെ ഇല്ല. സമയമായിട്ടില്ലെന്ന് പറയുമ്പോൾ അമ്മ ഒരു സമയം തീരുമാനിച്ചാണ് ചോദിക്കണത്. അത് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളങ്ങൾ വ്യക്തമാക്കുന്ന ദൈവത്തിൻ്റെ മനസ്സിലെ സമയം അമ്മയാത്മാവിൽ വിവേചിച്ചറിഞ്ഞുകൊണ്ടാണ് അത് ചോദിക്കണതെന്ന് ഈശോക്ക് മനസ്സിലായത് കൊണ്ടാണ്, സമയമായെന്ന് ഈശോക്ക് മനസ്സിലായിട്ട് ഈശോ ഉടനെ വെള്ളത്തെ വീഞ്ഞാക്കി. കുടുംബത്തിൻ്റെ അപമാനം, അവിടെ ഒരു അപമാന പ്രശ്നമാണത്. നിൻ്റെ കുടുംബത്തിനൊരു അപമാനം ഉണ്ടായാൽ അത് സില്ലിയായിട്ട് എടുക്കാത്ത ആളാണ് അമ്മ. നിൻ്റെ കുടുംബക്കാർക്ക് സില്ലിയാകാം, നിൻ്റെ കൂട്ടുകാർക്ക് സില്ലിയാകാം. നിൻ്റെ കണ്ണീർ പൊടിഞ്ഞാൽ അത് തൂവിക്കളയാനുള്ളതോ തൂവാല കൊണ്ട് തുടച്ച് കളയാനുള്ളതാണെന്ന് നീ പറഞ്ഞാൽ ദൈവം പറയും, അല്ല, അതെൻ്റെ നിൻ്റെ കണ്ണീരെല്ലാം കുപ്പിയാക്കി സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്, ഞാനെല്ലാം മറുപടി തരുമെന്ന്. ബൈബിൾ എന്താ പറയണത്? നിൻ്റെ കണ്ണീരെല്ലാം ഞാൻ കുപ്പിയിലാക്കി സൂക്ഷിച്ചിരിക്കുന്നു എന്നല്ല പറയണത്. അത് തൂവിക്കളയാനല്ല, തൂവാല തുടച്ച് മാറ്റാനുമല്ല. നീ അത് ചെയ്താലും ദൈവം അത് മറന്നു പോകത്തില്ല. ഞാനെപ്പോഴും ഓർക്കുമേ, നിൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിയിലാക്കി ഞാൻ സൂക്ഷിച്ചിരിക്കണമെന്ന് പറയുമ്പോഴേ ആ നിൻ്റെ വേദനയ്ക്കൊരു പരിഹാരം ഉണ്ടാകാനുള്ള ദൈവത്തിൻ്റെ ഒരു അടിമനസ്സില്ലേ, അടിമനസ്സിൻ്റെ ആളവതാരമാണ് അമ്മ. കൈ അടിച്ചു കേട്ടാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നണത്? ഇപ്പം ടീനയുടെ സാക്ഷ്യം കേട്ടില്ലേ? ടീന ഇംഗ്ലീഷിലും പറഞ്ഞു, മലയാളത്തിലും പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞത്? ഗേറ്റ് കരഞ്ഞ് അടക്കപ്പെടുന്ന സ്വരം നിങ്ങൾ കേട്ടോന്ന് ഇല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? അവരാണോ പറഞ്ഞോ? അല്ലേ? ഗേറ്റ് കരഞ്ഞ് അടക്കപ്പെടുന്ന സ്വരം കേട്ടു, ഗേറ്റ് തുറന്നിക്കണ സ്വരം കേട്ടു, ഗേറ്റ് അടക്കണ സ്വരം കേട്ടു. അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആരാ പറഞ്ഞു ഞാൻ ഓർക്കണില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നു. ഇത് ഇവർ മാത്രമേ, അവർ തന്നെയാണോ പറഞ്ഞത്? അതെ. അപ്പോൾ ഇത് ഇവർ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ എത്രയോ പ്രാവശ്യമായി അമ്മയെ നേരിട്ട് കണ്ടു എന്ന് പറയുന്നവരുടെ സാക്ഷ്യം ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ 7 പ്രാവശ്യം കിടക്കുന്നുണ്ട്, അമ്മയെ ഞങ്ങൾ നേരിട്ട് കണ്ടുവെന്ന്. അപ്പോൾ അത് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ ഈശോ പറഞ്ഞ ഒരു വാക്കുണ്ട്, ദൈവത്തിനെ ആരെങ്കിലും അമ്മയെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ അമ്മ ചെന്നിട്ടില്ല എന്നല്ല അർത്ഥം. ഉടമ്പടി എടുക്കുന്ന എല്ലാവരുടെ വീട്ടിലും ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ വാഗ്ദാനങ്ങൾ എന്താണ്? ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരുമെന്നാണ് അല്ലേ? മോസസിനോട് പറഞ്ഞത് എന്താണ്? വാഗ്ദാന നാട് പാപിക്കാൻ നിങ്ങൾ ജെറിക്കോ പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ജോർദാൻ വറ്റിക്കേണ്ട കാര്യമില്ല. ജോർദാൻ വറ്റിക്കാനും വാഗ്ദാന നാട് ജെറിക്കോ പുലർത്താനും ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. എന്താണ് ദൈവവേദനെ? നിനക്ക് സ്വന്തമായിട്ട് പ്രതിരോധിക്കാനോ നേടാനോ പറ്റാത്ത ജീവിത പ്രശ്നങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നിൻ്റെ ദൈവം ഇറങ്ങി വരണത്. പ്രൈസ് ദ ലോർഡ്. പുറപ്പാട് 3 എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ ഇറങ്ങി വന്നിരിക്കണതെന്നാണ് പറഞ്ഞിരിക്കണത്. മോസസിനെ ആദ്യം കണ്ടുമുട്ടുമ്പോൾ കർത്താവ് പറയുന്ന വാക്കാണ് ഞാൻ ഇറങ്ങി വന്നത്. പുറപ്പാടിൻ്റെ 3-ാം അധ്യായത്തിലുണ്ട്. എന്തിനാണ്? ഫിലിസ്ത്യർ, ജബൂസയർ, ഹിത്യരൊക്കെ താമസിക്കുന്ന വാഗ്ദാന നാട്, തേനും പാലും ഒഴുകുന്ന ദേശം നിനക്കും നിൻ്റെ സന്തതിക്കും തരാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കണതെന്ന്. ഉടമ്പടി ചെയ്യുമ്പോഴെല്ലാം ഉണ്ടാകുന്ന ഒരു വാക്കാണ് ഈ ഇറങ്ങി വരവ്. ദൈവത്തിൻ്റെ ഇറങ്ങി വരവ് എത്ര മനുഷ്യരിപ്പോൾ അനുഭവിച്ചത്? ദൃശ്യമായി കണ്ടത്. നമ്മൾ ഉടമ്പടി സംഭവിക്കണത് ഒന്നെങ്കിൽ ദൃശ്യ സാന്നിധ്യം അല്ലെങ്കിൽ അദൃശ്യ സാന്നിധ്യം. ബട്ട് ദേർ ഈസ് പ്രസൻസ് ഉണ്ടായിരിക്കും. കൈയടിച്ച് കർത്താൻ ഹല്ലേലൂയ. എത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാൻ കപ്പാസിറ്റി ഉണ്ട്, അത്ര കണ്ടാണ് നിൻ്റെ വിശ്വാസം. പറഞ്ഞ മനസ്സിലായില്ല? അദൃശ്യമായിക്കൊള്ളട്ടെ ദൃശ്യമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ദൈവം വാഗ്ദാനം പാലിക്കുന്നവനാണ്. നമ്മൾ വിശ്വസിക്കുന്നു എബ്രഹാത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് 36:15 പറയുമ്പോൾ എന്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലെ. ആരാണ് അവകാശി? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നവനാണ്. അപ്പോൾ വിശ്വാസം എന്താണ് നമുക്ക് നൽകണത്? വിശ്വാസം നമുക്ക് അനുഗ്രഹം മാത്രമല്ല, വിശ്വാസം നമ്മളെ അവകാശികളാക്കി മാറ്റും. കൈ അടിച്ചു കയറാണ്. നമ്മൾ ബൈബിൾ വിളക്കിൽ തിരികെത്തിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എന്നാ പറയണത്? ഉടമ്പടി പ്രഖ്യാപനം എന്നാണ് പറയണത് അല്ലേ? ഉടമ്പടി പ്രാർത്ഥനയല്ല, ഉടമ്പടി പ്രഖ്യാപനം. വിശ്വാസ പ്രമാണം എന്നാ? വിശ്വാസ പ്രമാണം പ്രഖ്യാപനമാണ്, പ്രാർത്ഥനയില്ല. പ്രാർത്ഥന അനുഗ്രഹവും പ്രഖ്യാപനം അവകാശവുമാണ് നൽകണത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ?
പ്രാർത്ഥന അനുഗ്രഹവും പ്രഖ്യാപനം അവകാശവും നൽകും. അവകാശം നൽകിയാൽ തിരിച്ചെടുക്കത്തില്ല, അനുഗ്രഹം ഏത് സമയത്തും തിരിച്ചെടുക്കാൻ പെടാം. അതാണ് എൻ്റെ വിഷയം. ഉടമ്പടി നിങ്ങളെ ദൈവത്തിൻ്റെ അവകാശികളാക്കും. ദൈവത്തിൻ്റെ എന്തിൻ്റെ അവകാശികൾ? സാന്നിധ്യത്തിൻ്റെ അവകാശികൾ. കൈയടിച്ച് കിടത്താണ്. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥികർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന മഹാവിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിന്റെ ദൃശ്യവും നിന്റെ അദൃശ്യവുമായ സാന്നിധ്യത്തെ ഉറപ്പുവരുത്തുവാൻ അതിന്റെ നിബന്ധനകളായ ആത്മവിശുദ്ധീകരണത്തിന് എന്നെ സഹായിക്കണമേ. പരിശുദ്ധമ്മേ, എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 20 വർഷം മക്കളില്ലാതിരുന്ന നവീൻ കൃഷ്ണൻ്റെ മാതാപിതാക്കന്മാർക്ക് ഉടമ്പടി ചെയ്ത ആ ദിവസം തന്നെ ഈശോ കുഞ്ഞുങ്ങളെ കൊടുത്തില്ലേ? ഇല്ലേ? ഇതുപോലെ കുറേ ഹൈന്ദവ സഹോദരങ്ങളും ഇതുപോലെ കുറേ മുസ്ലിം സഹോദരങ്ങളും ഇവിടെ വലിയ സാക്ഷ്യങ്ങൾ പറഞ്ഞിരുന്ന സ്ഥലമാണിത്. ഉടമ്പടി വന്നതിന് ശേഷമാണ് ഇത്രയും വലിയ എല്ലാ ജനതകൾക്കും ദൈവം ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകുന്നത്. അപ്പോൾ ചില സമയത്ത് ക്രിസ്ത്യൻസിന് ചിലർക്ക് ഉള്ളിലൊരു സംശയം. എന്താണ്? അവർ പ്രാർത്ഥിക്കുന്ന കൂടുതലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സത്യമാണത്. അവർ വിശുദ്ധിയിൽ ജീവിക്കുന്നതൊക്കെ കൂടുതലും കർക്കശമായ രീതിയിൽ അവർ വിശുദ്ധി ജീവിക്കുന്നുണ്ട് അവരുടെ രീതിയിൽ. പക്ഷെ നമ്മൾ വിശുദ്ധി ജീവിക്കണത് കർത്താവിൻ്റെ വാക്കനുസരിച്ചുള്ളതാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അവർക്ക് എല്ലാവർക്കും ഈ വാക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ വിശുദ്ധി ജീവിക്കണത് കർത്താവിൻ്റെ വചനമനുസരിച്ചാണ് നമ്മൾ വിശുദ്ധി ജീവിക്കണത്. പക്ഷെ അവരെക്കാൾ താമസിച്ചാണല്ലോ പലർക്കും അനുഗ്രഹം കിട്ടുന്നത്. അതെന്താ അങ്ങനെ വരണത്? അതറിയണം. അതായത് അക്രൈസ്തവരെക്കാൾ താമസിച്ചാണ് ചില കാര്യങ്ങളിൽ ക്രൈസ്തവർക്ക് അനുഗ്രഹം കിട്ടുന്നത്. അതെന്താണെന്ന് നിങ്ങൾ അറിയണം. എന്താ പ്രശ്നം എന്നറിയാവോ? അവർക്ക് വിശ്വാസം മാത്രം മതി. എന്താ കാര്യം? അവർക്ക് വിശ്വാസം. അവർ കർത്താവിൽ വിശ്വസിക്കണ തന്നെ അവർ മറ്റ് വിശ്വാസങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ വിശ്വാസത്തിൽ നിന്ന് അവർക്ക് സഹിക്കേണ്ടി വരുന്ന ചില ജീവിത സഹനങ്ങൾ ഈ വിശ്വാസത്തിന് പേരിൽ ഏറ്റെടുത്തിട്ടാണ് അവർ കർത്താവിൽ ആശ്രയിക്കണത്. പക്ഷേ ക്രൈസ്തവർക്ക് വിശ്വാസം മാത്രം ചില കാര്യങ്ങളിൽ പോരാ. എന്നാ കാര്യമെന്നറിയാവോ? നമ്മൾക്ക് വിശ്വാസം സൗജന്യമായി കിട്ടിയതാണ്. അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ക്രൈസ്തവർക്ക് വിശ്വാസം സൗജന്യമായ മുതൽ മുടക്കില്ലാതെ കിട്ടിയതാ. ജോസഫിൻ്റെയും മേരിയുടെയും മകനെന്ന് പറഞ്ഞ പോലെ മൈക്കിളിൻ്റെയും ട്രീസായുടെയൊക്കെ മകനായി ജനിച്ചത് കൊണ്ടും മകളായി ജനിച്ചത് കൊണ്ടും വിശ്വാസം കിട്ടിപ്പോയതാണ്. ഒരു മുതൽ മുടക്കും ഇല്ല. അതാണ് ഇവിടെ വരുന്നൊരു വിഷയം. ഈ വിഷയം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മറ്റവർക്ക് ആ പ്രശ്നമില്ല, നമ്മൾക്ക് ഈ റിസ്ക് ഉണ്ട്. എന്താ? നമ്മളിന്ന് വിശ്വാസം എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുതൽ മുടക്കിൽ കിട്ടിയതല്ല. നിങ്ങൾ അതിനു വേണ്ടി ഒന്നും പേ ചെയ്തിട്ടില്ല. പക്ഷേ വിശ്വാസം പേയ്മെൻറ്റ് സീറ്റാ. കർത്താവിന് ഇപ്പോൾ ഒന്ന് കൊറിന്ത്യൻസ് 7-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ വലിയൊരു കാര്യം പറയുന്നുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. 7:23 1 കൊരിന്ത്യൻസ് 7:23 എന്താ പറയണത്? നിങ്ങൾ വിലക്ക് വാങ്ങിയവരാണ്. പ്രൈസ് ദ ലോർഡ്. അതാണിത്. മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യന് ദൈവത്തോട് പരിഹാരം ചെയ്യാൻ പറ്റാത്ത കാരണം ദൈവം തന്നെ മനുഷ്യനായി പരിഹാരം ചെയ്തപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അവൻ പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു വന്ന് റോമ 2:8 പറഞ്ഞത് അങ്ങനെയാണ്. എന്താ കാര്യം? അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ വിലയാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ വിലക്ക് വാങ്ങിയവരാണ്. ഇത് പേയ്മെൻറ്റ് സീറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പേ ചെയ്യണം. അതുകൊണ്ടാണ് ഈശോ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക, തൻ്റെ കുരിശെടുക്കുക, എൻ്റെ കൂടെ വരിക എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലീസ് പേ ഇറ്റ് എന്നതിൻ്റെ അർത്ഥം. പേ ഓവർ. അതായത്
മത്തായി 16:16 ഇല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കുരിശുകളെയും നിരാശയോടെയാണല്ല, മറ്റേ ചേച്ചി പറഞ്ഞ പോലെ 41 കൊല്ലം കൂടെ നടന്നിട്ടും അവസാനം എൻ്റെ കൂടെ ആരും ഇല്ലാഞ്ഞ് വന്നില്ലേ, അത് നിരാശയോടെ നീ കുരിശെടുക്കുകയാണ്. നീ കുരിശ് സന്തോഷത്തോടെ എടുക്കുമ്പോൾ യു ആർ പേയിങ്. നോയമ്പ് കാലത്ത് എൻ്റെ ദൈവത്തിൽ മനസ്സിലാക്കണം, എന്തെങ്കിലും വേദനയോ രോഗങ്ങളോ ഒറ്റപ്പെടുത്തലോ അതുപോലെയുള്ള സങ്കട സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് ബേ ഇൻ ഹിസ് നെയിം, അവൻ്റെ നാമത്തിൽ എടുക്കുമ്പോഴേ പേയ്മെൻ്റ് ആകും. പറഞ്ഞ മനസ്സിലായില്ലേ? ക്രിസ്ത്യാനിക്ക് അനുഗ്രഹം എത്ര വേഗം പെട്ടെന്ന് ആക്കണതിന് കാര്യം എന്താ? പേയ്മെൻ്റ് ആക്കിയാൽ മതി. അത് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനമായാലും ശരി, ഭാര്യയുടെ സംശയമായാലും ശരി, അത് കുരിശാണെങ്കിൽ ആ കുരിശ് യേശു ക്രിസ്തു നാമത്തിൽ സന്തോഷത്തോടെ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ക്ഷമ കിട്ടും. സഹിക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് ക്ഷമയെങ്കിൽ ആ ക്ഷമ കർത്താവിൻ്റെ നാമത്തിലാകുമ്പോൾ അത് കൃപയായി മാറും. കൈ അടിച്ച് കർത്താവ് അതുകൊണ്ട് വിശ്വസ്തതയേക്കാൾ ഉപരി ക്രിസ്ത്യാനി സൂക്ഷിക്കേണ്ടത് എന്താണ്? അല്ല, വിശ്വാസത്തെക്കാൾ ഉപരി ക്രിസ്ത്യാനി സൂക്ഷിക്കേണ്ടത് എന്താണ്? വിശ്വസ്തതയാണ്. ക്രിസ്ത്യാനിക്ക് ദൈവത്തിന് അനുഗ്രഹം കിട്ടാനുള്ള എളുപ്പമാർഗം എന്താ? നീ വിശ്വാസം വെച്ച് വിശ്വാസത്തിന് നാണയം വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. നീ വിശ്വസ്തത വെക്കണം. എന്താണ് വിശ്വസ്തത? ഫിഡലിറ്റി. വാട്ട് ഇസ് ഫിഡലിറ്റി? സർവൈവ്ഡ് ഫെയ്ത്ത്. അതിജീവിച്ച വിശ്വാസത്തെയാണ് വിശ്വസ്തത എന്ന് പറയണത്. അതിജീവിച്ച വിശ്വാസം എന്താണ്? എൻ്റെ ദൈവമേ, അതിജീവിച്ച വിശ്വാസത്തിൻ്റെ വികാരം പ്രത്യാശയാണ്. അതിജീവിച്ച വിശ്വാസത്തിൻ്റെ വികാരം ആന്തരിക സന്തോഷമാണ്. എന്താ കാര്യം? സഹനങ്ങൾ വരുന്നുണ്ടെങ്കിലും 1 പത്രോസ് 1:7 എന്താ പറയണത്? അഗ്നിശോധനയെ സ്വർണത്തെ അതിജീവിച്ച, അതായത് അഗ്നിശോധനയെ അതിജീവിച്ച സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് നീ പരീക്ഷകളെ അതിജീവിച്ച നിൻ്റെ വിശ്വാസമെന്ന്, അല്ലേ? അഗ്നിശോധനയെ അതിജീവിച്ച സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് അഗ്നി പരീക്ഷകൾ അതിജീവിച്ച നിൻ്റെ വിശ്വാസം. നിൻ്റെ വിശ്വാസം കർത്താവ് നോക്കണത് പാരമ്പര്യമായിട്ട് വസാരം സൗജന്യം കിട്ടിയതാണോ അതോ മുതൽ മുടക്കുള്ളതാണോ എന്നാണ് നോക്കണത്. അതല്ല പത്രോസ് പറയണത്. 1 പത്രോസ് 1:7 അഗ്നിശോധന അതിജീവിച്ച സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് അഗ്നിശോധന ചെയ്ത അഗ്നി പരീക്ഷ അതിജീവിച്ച നിൻ്റെ വിശ്വാസം. കർത്താവ് വിശ്വാസം എന്ന് പറയുമ്പോൾ, അന്നമ്മയുടെ വിശ്വാസം, അന്തോനിയുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കും, അഗ്നിശോധനയെ അതിജീവിച്ചതാണോ? ദാറ്റ് മീൻസ് ഫെയ്ത്ത് ആണോ ഫിഡലിറ്റി ആണോ എന്ന് ചോദിക്കണത്. വിശ്വസ്തതയുണ്ടോ? അഗ്നിശോധന ഉണ്ടായിട്ടും കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ നിൻ്റെ വിശ്വാസമല്ല, അത് വിശ്വസ്തതയാണ്. അത് വരെയുള്ള വിശ്വാസമാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അനുഗ്രഹം എളുപ്പമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മറ്റ് അക്രൈസ്തവ സഹോദരങ്ങളെ വിശ്വാസം കൊണ്ട് നേടുമ്പോൾ നീ അത് നേടേണ്ടത് വിശ്വസ്തത കൊണ്ടാണ്. വിശ്വസ്തത നിൻ്റെ ആസ്തിയാണ്. വിശ്വസ്തത എന്ന് പറയുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങളെ കർത്താവിൽ നിന്ന് നേടാൻ വേണ്ടി മാത്രമല്ല ക്രിസ്ത്യാനിയെ സഹായിക്കുന്നത്. വിശ്വസ്തത എന്ന് പറയുമ്പോൾ നിത്യത വരെ കർത്താവ് നിനക്ക് നൽകുന്ന, അഥവാ നീ കർത്താവിന് നൽകുന്ന ഉടമ്പടിയാണ്. ഉടമ്പടിയുടെ അരൂപി എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. അവൻ വാഗ്ദാനങ്ങൾ വിശ്വസ്തരാകുമ്പോൾ നമ്മൾ വിശ്വസ്തതയിലും ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളും ദൈവത്തോട് വിശ്വസ്തതയാകും. ആ വിശ്വസ്തത എന്ന് പറയുന്നത് ഈ ഭൂമി വെച്ച് അവസാനിക്കുന്നതല്ല, നിത്യത വരെ നീളുന്നതാണ്. ഉടമ്പടി നിന്നെ നിത്യരക്ഷ വരെ ഉറപ്പാക്കും. അത് ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനല്ല, അത് സമർത്ഥമായി ഉണ്ടാകാനാണെങ്കിൽ ഉടമ്പടി നിന്നെ സമർത്ഥമായ ജീവനെ വളർത്തും. കാരണം അതിൽ നോമ്പിൻ്റെ പോലെ ഉപവാസം പ്രാർത്ഥനയുമല്ല, 2-3 നോൻപിൻ്റെ ശക്തിയുള്ള ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും കാരുണ്യ പ്രവൃത്തികളും ഒരു ദൈവ പൈതൽ എന്തെല്ലാം അനുഷ്ഠിച്ച് ആത്മശക്തി പ്രാപിക്കാൻ ഇഹത്തിലും പരത്തിലും ദൈവം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന സുവിശേഷ സുഹൃതമാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താവ് നേരത്തെ വസ്തുക്കളുടെ ആശീർവാദമാണ്. എല്ലാവരും എഴുന്നേൽക്കുക. നേർച്ച വസ്തുക്കളുടെ ആശീർവാദമാണ്. എല്ലാവരും എഴുന്നേൽക്കുക. ഇപ്പോഴേ രോഗികൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ
വീണ്ടും അവസാനം ആരാധനയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്, ഈശോയിലേക്ക് സമർപ്പിക്കുകയാണ്. ജോലി, വീട്, വിവാഹം, താമസിക്കുന്നവർ, വീട് സ്ഥലവും ഇല്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, വിവിധങ്ങളായ രോഗങ്ങൾ, സാമ്പത്തികമായ കടങ്ങൾ, വരുമാനമാർഗം നഷ്ടപ്പെട്ടവർ, നൈപുണ്യ പരീക്ഷ, അതുപോലെ തന്നെ മത്സര പരീക്ഷകൾ, വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടിയുള്ള തടസ്സങ്ങൾ, സാമ്പത്തികമായ തടസ്സങ്ങൾ, സാമ്പത്തികമായ കടങ്ങൾ, മാരകരോഗങ്ങൾ, ഈ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ ശക്തി കടന്നു വരുന്ന സമയമാണ്. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയുന്ന വിഷയങ്ങളാണ്. നിങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ശക്തമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, ഓരോ രോഗങ്ങൾക്ക് വേണ്ടി, ജീവിത അവസ്ഥകൾക്ക് വേണ്ടി, നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം അഭിഷിക്തം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴും ശക്തമായി പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് കടന്നു വരേണ്ട സമയമാണ്. ഈശോ അന്ധന് കാഴ്ച നൽകിയവനെ, ഈശോ അന്ധന് കാഴ്ച നൽകിയവനെ, ഈശോ ചെകിടിന് കേട് നൽകിയവനെ, ഈശോ ഊമന് സംഭാഷണം നൽകിയവനെ, ഈശോ മഹോരോഗപ്പെടുത്തവനെ, ഈശോ സർവാരോഗപ്പെടുത്തവനെ, ഈശോ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, ഈശോ ഓരോ മകന്റെ മേലും കർത്താവേ നിന്റെ തിരുമുറുപാർന്ന് വലതു കരത്താൽ സ്പർശിക്കണമേ. ഈശോ ഓരോ മകന്റെ മേലും നിന്റെ തിരുമുറുപാർന്ന് വലതു കരത്താൽ സ്പർശിക്കണമേ. ഓരോ മകളുടെ മേലും കർത്താവേ നിന്റെ തിരുമുറുപാർന്ന് വലതു കരത്താൽ സ്പർശിക്കണമേ. യേശുക്രിസ്തു വിശുദ്ധൻ തളിക്കപ്പെടട്ടെ. പൈശാചിക ബന്ധനങ്ങൾ, പേടികൾ, ഉൾഭയങ്ങൾ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, ഒന്നും ചെയ്യാൻ തുടങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ, എല്ലാ വിഷയങ്ങളുമേലും കർത്താവിൻ്റെ ശക്തി കൂടെ, എല്ലാ വിഷയങ്ങളുമേലും കർത്താവിൻ്റെ ശക്തി കൂടെ. മാർഗ രോഗങ്ങൾ, കരളിൻ്റെ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, അവസ്മായ രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ അസ്ഥികളും പൊടിക്കുന്ന അവസ്ഥകൾ, അസ്ഥിക്കുഴകൾ, നീര്, വാതരോഗങ്ങൾ, വെരിക്കോസിന്റെ അസുഖങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, പിസ്റ്റ് രോഗങ്ങൾ, മുഴകൾ, ഈശോ സ്പർശിക്കുന്ന കർത്താവേ, ഓരോ മകനെ സ്പർശിക്കുന്ന കർത്താവേ, ഓരോ മകനെ സ്പർശിക്കുന്ന കർത്താവേ, ഓരോ മകളെ സ്പർശിക്കുന്ന കർത്താവേ. മക്കളില്ലാത്തവര്, വിവാഹം താമസിക്കുന്നവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, സാമ്പത്തിക വരുമാന മാർഗമില്ലാത്തവര്, ജീവിത മാർഗം മുട്ടിപ്പോയവര്, ഈശോ ഉള്ള വരുമാന മാർഗം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവര്, കർത്താവേ എല്ലാ മക്കളെയും സ്പർശിക്കണമേ. ദൈവത്തിന്റെ കണ്ണച്ചവരുടെ വേദനക്കാരെ, അസ്ഥിവേദനക്കാരെ, കിഡ്നി വേദനക്കാരെ, പാൻക്രിയാസ് അസുഖമുള്ളവര്, ആന്തരിക രോഗങ്ങളെ, ഹോർമോൺ ഇല്ലാത്തവര്, ഈശോ പറയാൻ പറ്റാത്ത രോഗങ്ങള്, അറിയാത്ത രോഗങ്ങള്, യേശുവേ അടിയന്റെ രോഗങ്ങൾ ഉൾപ്പെടെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തില് മാതാവിന്റെ മധ്യസ്ഥത്തില് സാക്ഷ്യപ്പെടാൻ പറ്റുന്ന രീതിയില് മാറിയ രോഗങ്ങള്, വേദനകള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പ്രിയപ്പെട്ടവരെ, കൃപാസനത്തിൽ ഒത്തിരിയേറെ അടയാളങ്ങൾ ആൾക്കാർ പറയുന്ന ഒരു വിഷയമാണ് ടൈം ആൻഡ് ഡേറ്റ്. ടൈമും ഡേറ്റും. അതുകൊണ്ട് ഇപ്പോഴ് സമാപനാശ്വാസ സമയത്ത് നിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ, നിന്നെ സങ്കടപ്പെടുത്തുന്ന ഡേറ്റുകളുണ്ടാകും, നിന്നെ സന്തോഷിപ്പിക്കുന്ന ഡേറ്റുകളുണ്ടാകും. അതെല്ലാം ഇപ്പോഴും നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. നിന്നെ ടെൻഷൻ എടുപ്പിക്കുന്ന ഡേറ്റ് ഉണ്ടാവും. തീയതികളെല്ലാം നീ ഇപ്പോൾ ഓർക്കണം. ആ തീയതികളുടെ മേലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഉറപ്പ് വരും. ആ തീയതികളിലെല്ലാം, ആ സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ സഹായിക്കും. പ്രത്യേകിച്ച് നിൻ്റെ പരീക്ഷാ തീയതികളെല്ലാം നീ ഓർക്കുക. എന്ത് പരീക്ഷയായാലും, ഇപ്പോൾ SLC-ക്കാർക്കും ഉൾപ്പെടെ, ഗ്രാജുവേഷൻ ഉൾപ്പെടെ എല്ലാ ഇൻ്റർവ്യൂവും ടെസ്റ്റും ഒക്കെ നടക്കുന്ന സമയമാണ്. വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവരും വിസ ഇൻ്റർവ്യൂവിനിരിക്കുന്നവരും, വിസ ഇൻ്റർവ്യൂവിന് കോൾ ഫോർ ചെയ്തിരിക്കുന്നവരെല്ലാം ആ ഡേറ്റ് ഓർക്കുക, ആ സമയം ഓർക്കുക. വീട് വെക്കാനുള്ളവരെ, തറക്കല്ലിടാനുള്ളവരെ സമയം ഓർക്കുക. മനസ്സമ്മതം, വിവാഹം, അതിന് ഡേറ്റുകൾ ഓർക്കുക. സ്ഥലപ്രമാണങ്ങൾ, സ്ഥലം പ്രമാണം ചെയ്യാനുള്ളവരെ, പോലീസ് കേസുള്ളവരെ, കോടതി കേസുള്ളവരെ, കൊടുക്ക വാങ്ങലിന് കൊടുക്കാനുള്ള ഡേറ്റ് ഉള്ളവരെ,
പണം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നവർക്ക്, പക്ഷെ കൊടുക്കാനുള്ള മാർഗമില്ലെങ്കിൽ ആ ഡേറ്റ് ഇപ്പോൾ ഓർക്കുക. നിങ്ങൾ യാത്രക്കുള്ള ഡേറ്റുകളാണ്. ഇങ്ങനെ ഓരോ വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ ഇപ്പോൾ ഓർക്കുക, തീയതികൾ ഓർക്കുക, കർത്താവിന് സമർപ്പിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ സമയത്തെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ആരാധന സമർപ്പിക്കുന്നു. സമയങ്ങളിലെല്ലാം അങ്ങയുടെ മധ്യസ്ഥത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം സാന്ത്വനമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.